നമുക്ക് ഒരു ഇസ്മു പഠിക്കാം. അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു പേര്. ആ പേര് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള പിശാചിനെ നമുക്ക് പുറത്ത് ചാടിക്കാം. മാത്രമല്ല, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. സ്വഹാബിമാരിൽ ഏറ്റവും വലിയ പണക്കാരനായ സമ്പന്നനായ സ്വഹാബിയാണ്. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ സമ്പത്ത് കിട്ടാനുള്ള കാരണം? ആ സ്വഹാബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ വീട്ടിലേക്ക് കടന്നാൽ ഈ കാര്യം ചെയ്യും, അതുകൊണ്ടായിരിക്കാം പടച്ചവൻ എനിക്ക് ഇത്രമാത്രം സമ്പത്ത് തരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സമ്പത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിത്യമാക്കാനും, അള്ളാഹു നമുക്ക് ഹലാലായ സമ്പത്ത് വേണം, പൈസ വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. പൈസ വേണം, നമ്മുടെ മക്കളുടെ കാര്യം നോക്കാൻ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിൽ മരുന്ന് വാങ്ങാൻ ഒക്കെ നമുക്ക് പൈസ വേണം. അപ്പോൾ ഹലാലായ പൈസ നമുക്ക് വേണം, ഹറാമായ പൈസ തൊട്ടുള്ള കാവൽ കിട്ടണം. അതിനുള്ള ഒരു ഉപാധിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ആ ഒരു ചോദിച്ച ആൾക്ക് പറഞ്ഞു കൊടുത്തത്. അത് ഇന്നത്തെ ക്ലാസ്സിൽ അതെന്താണെന്ന് നമുക്കും കേട്ട് പഠിക്കാം. നമുക്കും അത് നിത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കും ഖൈറായ സമ്പത്ത് പടച്ചോൻ തരും. അപ്പോൾ ഏതാണ് ആ കാര്യം എന്ന് കേട്ടാലോ? പലരൊക്കെ ചോദിച്ചു, ഉസ്താദേ ഭയങ്കര ഉറക്കമാണ്, എപ്പോഴും ഉറക്കം വരുന്നു. പലർക്കും പല രൂപത്തിൽ പല പ്രയാസങ്ങളും പറയാറുണ്ട്. ഒരു 10 ലക്ഷണങ്ങൾ, 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പൈശാചികമായ ഉപദ്രവം നമുക്ക് ഉണ്ട് എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്നും ആ അടയാളങ്ങൾ കണ്ടാൽ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാനുള്ള പോംവഴി എന്താണെന്നും ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പഠിച്ചാലോ? അവസാനം വരെ കാണണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. റബ്ബുൽ ഇസ്സത്ത് എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ വൈകുന്നേര സമയത്തുള്ള ദിക്റിൻ്റെ മജ്ലിസ് ഉണ്ട്, സ്വലാത്തിൻ്റെ മജ്ലിസ് ഉണ്ട്. അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയണം നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവൻ ആ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളിൽ അല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ടാകും. എത്രയോ ആളുകൾ, എത്രയോ ഉമ്മമാർ, ഉപ്പമാർ തഹജ്ജുദ് നിസ്കാരം മുടക്കാത്തവരുണ്ട്, എല്ലാ ദിവസവും വിത്ർ നിസ്കരിക്കുന്നവരുണ്ട്, എല്ലാ ദിവസവും ളുഹാ നിസ്കരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, എത്രയോ സയ്യിദന്മാർ, എത്രയോ ബീവിമാർ, എത്രയോ പാവപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ എത്രയോ ആളുകൾ പരിശുദ്ധമായ ഹറമുകളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നു അല്ലേ. അൽഹംദുലില്ലാ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് പൊരുത്തമുള്ള നല്ല കാര്യങ്ങളാക്കി സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ഇസ്ലാമികപരമായ അറിവുകളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഒരു പരസ്യം കണ്ടു. അതായത് പൈശാചികമായ ഉപദ്രവം, ജിന്നിൻ്റെ ഉപദ്രവം, അതുപോലെ ഡിപ്രഷൻ, മാനസികമായ ടെൻഷൻ, പിന്നെ പഠന വൈകല്യങ്ങൾ, വന്ധ്യത, ഇതൊക്കെ വേഗത്തിൽ പരിഹരിച്ചു കൊടുക്കും, ഉടൻ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ഒരു നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മൂപ്പര് ആ നമ്പറിൽ വിളിച്ചു. കുറച്ച് മാനസികമായ കടംപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മൂപ്പര് വിളിച്ചതാണ്. എന്നിട്ട് വിളിച്ചു, ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ മലബാർ ഭാഗത്ത് ഒരു സ്ഥലമാണ്, ഞാൻ ജില്ലയൊന്നും പറയുന്നില്ല, മലബാർ ഭാഗത്താണ്, അറിയപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ മൂപ്പരുടെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പോര്, നാളെ തന്നെ പോര്. പിന്നെ വരുന്ന സമയത്ത് 7 തേങ്ങ, 3 കരിങ്കോഴി, പിന്നെ ചെമ്പരത്തിപ്പൂ 11 എണ്ണം, ഒരു 5001 രൂപ, ഇതൊക്കെയായിട്ട് വരണം. എന്ത്? 7 തേങ്ങ, 3 കരിങ്കോഴി, 11 ചെമ്പരത്തിപ്പൂ, പിന്നെന്താണ് 5001 രൂപ, ഇതുമായിട്ട് വരണം. എന്താ? കടം മാറ്റിക്കൊടുക്കുമെന്നാണ്. നാളെ തന്നെ പോരാൻ. സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യന് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകും? ഇത് സത്യമാണോ തട്ടിപ്പാണോ? ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് തങ്ങന്മാരുമുണ്ട്, സയ്യിദന്മാർ. നമ്മളിങ്ങനെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ചെന്ന് പറയുമ്പോൾ അവർ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോത്, അല്ലെങ്കിൽ ഹദീസിൽ വന്നിട്ടുള്ള ഈ ദിക്ർ പറയും, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഇസ്മ അത് നിത്യമാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്കത് കേൾക്കുന്നതിൽ, നമുക്കത് പറയാനും ഒക്കെ വലിയ ഒരു പ്രയാസവുമില്ലാതെ നമുക്കത് പറയാൻ ഇഷ്ടമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു റാഹത്താണ്. ഇത് ഇയാൾ പറഞ്ഞത് എന്താണ്? കരിങ്കോഴി 3 എണ്ണം.
11 ചെമ്പരത്തിപ്പൂ. ഇതൊക്കെ കൊണ്ട് എങ്ങനെ ഈ കടമൊക്കെ മാറ്റുന്നത്? അതുപോലെ തന്നെ 5001 രൂപ കടം മാറ്റി കൊടുക്കും. 5001 രൂപ. ഞാൻ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ടാകും. അതിലൊന്നും പോയി പെടാൻ നിൽക്കരുത്. പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. എത്രയോ ആളുകൾ പോയി ഇങ്ങനെ പെട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഉസ്താദുമാർ അങ്ങനെയാണ്, ഉസ്താദുമാർ കള്ളന്മാർ, ഉസ്താദുമാരെ തല കയറിയിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അവരെ മാറ്റുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക്ക് പൈശാചികമായ ഉപദ്രവം അത് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. പിശാചിൻ്റെ ബാധയേക്കുന്ന, ജിന്നിൻ്റെ അങ്ങനെ ഉണ്ട്. അത് അള്ളാഹു അങ്ങനെ ഒരു ഷർറ് ലോകത്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരവുമുണ്ട്. അതിങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് ഹോമം ചെയ്യലും അങ്ങനെ ചെയ്യലും ഇങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. പല ആളുകളും മറ്റ് മതത്തിൽപ്പെട്ട ആളുകളുടെ അടുക്കൽ പോകുന്നുണ്ട്. അതൊക്കെ വലിയ തനിച്ച ഹറാം എന്നല്ല, കുഫ്രിയത്താണത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതൊക്കെ പറഞ്ഞാൽ പരിഹരിച്ചു തരുന്ന ഒരുപാട് സത്യസന്ധന്മാരായ, ഒരുപാട് തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ഒരുപാട് ഉസ്താദുമാരും സയ്യിദന്മാരുമുണ്ട്. അവരുടെ അടുക്കൽ നമുക്ക് പോകാം. പക്ഷെ ഇതുപോലെ ഒരുപാട് തട്ടിപ്പ്, കരിങ്കോഴിയൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലാഹു ആലം. ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പ്രവേശിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ ഈ പ്രയാസമാണ്, പ്രശ്നമാണ്, സങ്കടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പോൾ എന്താണ് ഒരു പരിഹാരം, വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സ്വഹാബിമാരിൽ വലിയ സമ്പന്നന്മാരിൽപ്പെട്ട 2 പേർ. ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ സ്വഹാബിയുടെ പേര് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു, പിന്നെ അബൂബക്കർ സിദ്ദീഖ്, അങ്ങനെ പല സ്വഹാബിമാരുണ്ട്, വലിയ സമ്പന്നന്മാരായ സ്വഹാബിമാർ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പറയുകയാണ്, അള്ളാഹു എനിക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹം പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു കല്ല്, താഴെ കിടക്കുന്ന ഒരു കല്ലെടുത്ത് പൊക്കിയാൽ അതിൻ്റെ താഴെ വരെ അള്ളാഹു എനിക്ക് ദിർഹമും ദീനാറും വെച്ചിട്ടുണ്ടാകും. അത് അദ്ദേഹം ഒരു ഉദാഹരണം പറ, അതായത് എന്ത് ചെറിയ കച്ചവടം ചെയ്യട്ടെ ഒരുപാട് ലാഭം അദ്ദേഹത്തിന് കിട്ടും. അള്ളാഹു അങ്ങനെ അനുഗ്രഹിച്ച ഒരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സമ്പത്തുള്ള സ്വഹാബിയ. സമ്പത്തത് വീട്ടിൽ വെച്ചിങ്ങനെ ഒരുപാട് ആസ്വദിക്കലല്ല, എല്ലാം പരിശുദ്ധമായ ദീനിനു വേണ്ടി അദ്ദേഹം കൊടുക്കുമായിരുന്നു എന്നാണ്. അത് വേറെ വിഷയം. എല്ലാം ദീനിനു വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ഒരു ആൾ ചോദിച്ചു, എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് നിഅമത്ത് തരാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഹയാത്തു സ്വഹാബ എന്നൊക്കെ പറഞ്ഞ കിതാബുണ്ട്. ഈ സ്വഹാബിമാരുടെ ചരിത്രം പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട്. അതിലൊക്കെ നമുക്ക് ഈ സ്വഹാബിമാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. അതിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ വീടിൻ്റെ 4 ഭാഗത്തും, ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ 4 ഭാഗം ഉണ്ടാവൂലേ, ഈ മൂല, അപ്പുറത്തെ മൂല, അങ്ങേറ്റത്തെ മൂല, അല്ലേ, 4 മൂലകൾ ഉണ്ടാവൂലേ, 4 ഭാഗത്തും ഞാൻ ചെന്നിട്ട് അവിടെ നിന്നിട്ട് ആയത്തുൽ കുർസിയെ ഞാൻ ഓതും. ഇത് ഞാൻ മുടക്കാറില്ലെന്നാണ്. ആയത്തുൽ കുർസിയെ വീട്ടിലേക്ക് കടന്നാൽ വീടിൻ്റെ 4 മൂലയിൽ ചെന്നിട്ട് ഞാൻ ഓതും. നമുക്കിത് എന്തെങ്കിലും 5001 രൂപ കൊടുക്കണോ? അല്ലെങ്കിൽ എന്താ കരിങ്കോഴീനെ വാങ്ങാൻ പോണോ? ചെമ്പരത്തിപ്പൂ പറിക്കാൻ പോണോ? ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് ചെയ്താൽ കടം അള്ളാഹു മാറ്റിത്തരും. ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞതാണ്. മാത്രമല്ല ആയത്തുൽ കുർസിയെ, വിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളിൽ ഏറ്റവും വലിയ നേതാവാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസിൻ്റെ മഹത്വം പറയുന്ന ഒരുപാട് കിതാബുകളുണ്ട്, ഒരുപാട് തഫ്സീറുകളുണ്ട്. അവിടെയൊക്കെ കാണാൻ പറ്റും എന്ത്, ആയത്തുൽ കുർസിയെ ഓതൽ പതിവാക്കുക. അത് നിസ്കാരത്തിന് ശേഷം ഒരു വട്ടമല്ല. നമ്മുടെ കടങ്ങൾ മാറണം, അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവം പല വീട്ടിലേക്കും പല ആളുകൾക്കും കടക്കാൻ പറ്റുന്നില്ല. ഒരു സഹോദരിയുണ്ട്, നമുക്ക് ഒരു പരിചയമുള്ളൊരു സഹോദരിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള. അവരെ വിവാഹം ചെയ്ത് അയച്ചു. അവർ നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ്, 2-3 സ്റ്റോപ്പ് അപ്പുറം. അപ്പോൾ അവർ വിവാഹം ചെയ്ത് അയച്ചു. അപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഈ സഹോദരിക്ക് ബോധക്ഷയം ഉണ്ടാകും. ആ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഇവർക്കൊരു ബോധക്ഷയം. വേറെ ഏത് വീട്ടിൽ കയറിയാലും കുഴപ്പമില്ല, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറിയ ബോധക്ഷയം, നിലയില്ലാത്ത സംസാരം, അങ്ങനെയൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത അവർക്കുണ്ടാകും. അപ്പോൾ 2-3 ഉസ്താദുമാരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അത് എന്തോ ഒരു ബർക്കത്ത് കേടാണ്. അതായത് ആ വീട്ടിന് ബർക്കത്ത് കേടെന്നല്ല, അവരും തമ്മിലൊന്ന് പൊരുത്തപ്പെട്ടു പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. ശകുനം അത് വീട്ടിലുണ്ടാവാം, വാഹനത്തിലുണ്ടാവാം, ചില വ്യക്തികളിലുണ്ടാവാം. അതുണ്ട്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. ചില ആളുകളിൽ, ചില വസ്തുക്കളിൽ അതിൽ ഒരു ബറക്കത്തില്ലായ്മ ഉണ്ടാവാം. അല്ലാഹു തആല നമുക്കൊക്കെ ബറക്കത്ത് തരട്ടെ. ബറക്കത്ത് ചോദിക്കുന്ന മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ആയത്തുൽ കുർസി നിത്യമാക്കിക്കോ. വീട്ടിൽ ബറക്കത്തുണ്ടാകും, അത് ഓതുന്ന വ്യക്തിയിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ ഇന്ന് മുതൽ നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. വീട്ടിൽ കടന്നാൽ നമ്മുടെ വീടിൻ്റെ 4 മൂലയിൽ ചെന്നിട്ട് ചുമ്മാ ഒരു ആയത്തുൽ കുർസി ഓദിക്കും. ആയത്തുൽ കുർസി ഓതോ 1.5 മണിക്കൂറൊന്നും വേണ്ടല്ലോ, ഒരു അര മിനിറ്റ് പോലും വേണോ? വേണ്ടല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം നിയത്താക്കുക. ആ ഒരു കാര്യം ഇന്ന് തൊട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. റജബ് മാസമാണ്. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി പതിവായി ഓതി തുടങ്ങുക. എന്തെങ്കിലും ഒരു നീയത്ത് വെച്ചിട്ട്, ഇപ്പോൾ എൻ്റെ കടങ്ങൾ മാറണം, അല്ലെങ്കിൽ പൈശാചിക ഉപദ്രവം, ഒരുപാട് പ്രയാസങ്ങൾ, കണ്ണേറ്, സിഹർ, അതൊക്കെ മാറണം, അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ആയത്തുൽ കുർസി പതിവാക്കുക. അത് മറന്നു പോകരുത്. പിന്നെ ഈ പൈശാചികമായ ഉപദ്രവമാണ് ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ പലരുമുണ്ട്. വിശുദ്ധമായ സൂറത്തുൽ ബഖറ പിശാചിനെ വീട്ടിൽ നിന്നും ഓടിക്കാൻ ബെസ്റ്റ് സൂറത്താണ്. പിശാചിനെയും മോശപ്പെട്ട ജിന്നുകളെയും നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ, അതായത് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി റഹ്മത്തിൻ്റെ മലക്കുകളെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ വലിയ സൂറത്തല്ലേ? കുറച്ച് കഷ്ടപ്പെടണം. ഒറ്റ ഇരിപ്പിന് തന്നെ ഓതി തീർക്കണമെന്നല്ല. ഒരു 3 ദിവസം കൊണ്ടെങ്കിലും ഓതി തീർത്താൽ മതി. സൂറത്തുൽ ബഖറ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുമോ? വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, വീട്ടിൽ ബറക്കത്തുണ്ടാകും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഭയങ്കര പ്രയാസമാണ്, പ്രശ്നമാണ്, സങ്കടമാണ്, പിന്നെ പൈശാചികമായ ഉപദ്രവം ഉണ്ട് എന്ന് തോന്നുന്നു. ഞാനൊരു 10 കാര്യം പറയാം. ഈ 10 കാര്യം തുടർച്ചയായി നമുക്കുണ്ടോ എങ്കിൽ എന്തോ ഒരു പൈശാചിക ഉപദ്രവം നമുക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. പിശാച്, ഇബ്ലീസ്, അവൻ മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന ഏതൊക്കെ സ്ഥലം അവിടെയൊക്കെ ഈ പിശാചും ഉണ്ടാവുന്നതാണ്, പിശാച് സഞ്ചരിക്കുന്നതാണ്. മൻഹജുൽ ഖുർആനി ഫി ഹിലാജ് സിഹിർ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും പൈശാചികമായ ഉപദ്രവം ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ 10 അടയാളം ഉണ്ടാകും. 10 അല്ല, അതിൽ ഒരുപാട് പറയുന്നുണ്ട്. ഒരു 10 അടയാളം ഇരിക്കട്ടെ. അതിൽ ഒന്നാമത് എപ്പോഴും ഉറക്കം. രാത്രി ഉറങ്ങുന്നു, പകലും ഉറക്കം, ഉറങ്ങിയിട്ട് അങ്ങോട്ട് മതിയാവള്ള. അതെന്താണ്? ഒരു പൈശാചിക ഉപദ്രവം ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു ലക്ഷണം പറയുന്നത് വൃത്തി ഉണ്ടാവില്ല. വൃത്തി ഇല്ലാതെ ഇരിക്കലാണ് അയാൾക്കിഷ്ടം. കുളിക്കാതിരിക്കുക, വസ്ത്രമൊന്നും മാറില്ല, എപ്പോഴും വേർപ്പിൻ്റെ ഗന്ധം, അതൊന്നും കുളിച്ച് അതില്ല. വൃത്തിയോടുകൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടാതെ വൃത്തിയില്ലായ്മ ഇഷ്ടപ്പെടുക. അത് ഇഷ്ടപ്പെടുന്ന ആളുകളാണോ എങ്കിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു ലക്ഷണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെയോ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇരുട്ടിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുക. മൂന്നാമത്തെ കാര്യം, എപ്പോഴും ഇരുട്ടത്തിരിക്കണം. ലൈറ്റും വെട്ടം കണ്ടാൽ അയാൾക്ക് അലർജി. അതെന്താണ്? ഒരു പൈശാചികമായ ഉപദ്രവം ഏറ്റിട്ടുണ്ടാവാം എന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ പറയുന്നു മറവി കൂടുക. എന്തിനും ഏതിനും മറവി. മറവി സാധാരണ മനുഷ്യനുള്ളതാണ്, പക്ഷേ ഇതല്ല. എപ്പോഴും എന്തിനും എല്ലാം മറന്നു പോവുക. അതെന്താണ്? പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാം. എപ്പോഴും സംശയം. അതായത് കഥ കടച്ചോ, അടച്ചിട്ടുണ്ടാവും. ചെന്ന് നോക്കി ഉറപ്പിച്ച് പോയി കട്ടിലിരുന്ന വീണ്ടും സംശയം, കഥ കടച്ചോ, അത് ചെയ്തോ, ഇവിടെ എന്താ, എല്ലാത്തിനും സംശയം, ഒരു അസ്വസ്ഥത. അതെന്താണ്? പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാം എന്ന്, അല്ലെങ്കിൽ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറ്റൊന്ന്, പൈശാചികമായ ഉപദ്രവം ഉണ്ട് എന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ആത്മഹത്യ ചെയ്യണം. എനിക്ക് മരിക്കണം, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം, ആ ഒരു ചിന്ത. അതെന്താണ്? പിശാച് കൂടെ ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അഞ്ചാമത്തേത് ഏതാണ്? ആത്മഹത്യ. എപ്പോഴും ആത്മഹത്യ ഒരു ടെൻഡൻസി ഉണ്ടാവുക, എനിക്ക് മരിക്കണമെന്നുള്ള ഒരു ചിന്ത. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോൾ ചെറിയൊരു പിണക്കം വന്നാൽ മതി, അപ്പോൾ തന്നെ ഈ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന ഒരു കാലമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും ശാരീരികമായ വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒന്ന് കൈ ഇടിച്ചു, അല്ലെങ്കിൽ എന്താണ് ഒന്ന് വീണിരുന്നു, അപ്പോൾ നടുവിന് വേദന. അതല്ല, ശരീരം മൊത്തവും വേദന, വെറുതെ ഒരു കാരണമില്ലാതെ വെറുതെ ഇങ്ങനെ വേദന. അതെന്താണ്? പൈശാചികമായ ഉപദ്രവമുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. ഉറക്കത്തിൽ സംസാരിക്കുക, ഉറക്കത്തിൽ എഴുന്നേറ്റിങ്ങനെ വെറുതെ നടക്കുക, അതും പൈശാചികമായ ഉപദ്രവം ഉണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. വെറുതെ ഇരിക്കുമ്പോൾ പല ശബ്ദങ്ങളും, അതായത് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും പല ആളുകൾ സംസാരിക്കുന്നതായിട്ട്, പലരും ഇങ്ങനെ എന്തൊക്കെ പറയുന്നതായിട്ട് തോന്നുക. ഇതൊക്കെ എന്താണ്? പൈശാചികമായ ഉപദ്രവം ഉണ്ട് എന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഇനിയും ഉണ്ടിട്ടോ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ആളുകളെ ഭയപ്പെടുത്തുക, ഒരാൾ മുമ്പ് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഭയപ്പെടുത്തുക, ചെറിയ മക്കളെയൊക്കെ പേടിപ്പിക്കുക. അതൊക്കെ എന്താണ്? ഇയാൾക്ക് പിശാച് ബാധ ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ നമുക്ക് കിതാബിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പൈശാചികമായ ഉപദ്രവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഉള്ള ആളുകൾക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമാണ് ആയത്തുൽ കുർസി. അതോടൊപ്പം തന്നെ ഒരു ഇസ്മിനെ മഹത്തുക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 99 പേരുണ്ടല്ലോ, ആ 99 പേരിൽ എല്ലാ ഇസ്മുകൾക്കും ഒരുപാട് നേട്ടങ്ങളുണ്ട്, പല പല ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മഹത്വങ്ങൾ പറയുന്ന കിതാബുകളിൽ നമുക്കൊരു ഇസ്മ അള്ളാഹുവിൻ്റെ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ, എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടുന്നവനെ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു ഇസ്മ ഇത് പതിവായി നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് നമ്മൾ പറഞ്ഞിട്ട് പൈശാചികമായ ഉപദ്രവമുള്ള ആളെ നമ്മൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൽ നിന്നുള്ള മോചനം ഉണ്ടാകുമെന്നും ഈ ഇസ്മിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാം. യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, ഇതിങ്ങനെ പറഞ്ഞോ. കാരണം ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇസ്മി യാ ജാമിഉ യാ അല്ലാഹ് വീട്ടിൽ കടക്കുമ്പോൾ പറയാം. നമ്മൾ പറയുന്ന മറ്റ് ഇസ്മുകളാണ് യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, അല്ലേ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അതൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. അസ്മാഉൽ ഹുസ്ന മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് നമുക്ക് ഓരോ സമയത്തും കിട്ടുക. പ്രത്യേകിച്ച് വീട്ടിൽ വെച്ച് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന മൊത്തം പറയണം, മൊത്തം പറഞ്ഞിട്ട് ദ്വാരക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്. മറന്നു പോകരുത് കേട്ടോ. ഇത് 333 അല്ലെങ്കിൽ 331 330 അങ്ങനെയാണ് എണ്ണം പറയുന്നത്. 330 331 333 ആ ഒരു എണ്ണം ഏതാണോ നമുക്ക് പറ്റുന്നത് അത് പറയുക എന്നാണ്. അപ്പോൾ ആയത്തുൽ കുർസിയുടെ കാര്യം മറന്നു പോകണ്ട. സൂറത്തുൽ ബഖറയുടെ കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ യാ ജാമിഉ യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൈശാചികമായ ഉപദ്രവം അതിനെ തൊട്ടുള്ള വലിയ കാവൽ കിട്ടാൻ. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ഇതൊക്കെ നമ്മൾ ഓതുക. ഇതൊക്കെ നമ്മൾ ഓതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇശ്ഫി എന്ന് മന്ത്രിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ തടവുക. ഓരോ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്ത് ഇഖ്ലാസ് ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ ഇശ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കയ്യിലേക്ക് തന്നെ നമ്മൾ മന്ത്രിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ശരീരം മൊത്തം തടവുക. അതൊരു റാഹത്താണ്. എല്ലാ പൈശാചികമായ മനുഷ്യപരമായ ഉപദ്രവങ്ങൾ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? വിശുദ്ധമായ റജബ് മാസത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും പിശാചിനെ നമുക്ക് ഓടിക്കണം. പിശാചിനെ ഓടിച്ച റഹ്മത്തിൻ്റെ മലക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള വഴികളാണ് ഈ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദേ പ്രത്യേകം ദ്വാരക്കണേ, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് ദുആ വസിയത്ത് പറഞ്ഞു, അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ തരുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള നിഅമത്തുകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.